രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ ഇനി അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് അദ്ദേഹമാണ് എടുക്കേണ്ടത്. അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസ്സിന് വിധേയനാവുക, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ ഫലമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. ഇത് രണ്ടും അലങ്കരിക്കുന്ന അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ല ഇതിനോടൊന്നും സഹകരിക്കാൻ വയ്യെങ്കിൽ ജനങ്ങളെ ഏൽപ്പിച്ച ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗത്തിനെ KPCCയിലെ ഞങ്ങളൊക്കെ കൂടെ എതിർക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്നുണ്ട്. അതായത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്ഥാനത്തിനെയും ബാധിക്കുന്നുണ്ട്. ഈ രണ്ടിലൊരു കാര്യം അർജൻറ്റായിട്ട് അദ്ദേഹം ചെയ്യുക. ഞങ്ങൾ ഏതായാലും ഇപ്പോൾ ഇതിനി പ്രതികരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാം. അല്ല, മറ്റേ കോൺഗ്രസ് നേതാക്കന്മാർ ഒഴികെ എല്ലാവരും സ്തുതിക്കുന്നുണ്ട്, അത്യാവശ്യം പിണറായിനെയും സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഏതാ ലക്ഷ്യം എന്നുള്ള അദ്ദേഹം തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞതാണ്, ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സഹകരിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങളിപ്പോഴും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായിട്ടുള്ള പ്രചാരണം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം നമ്മുടെ കൂടിയില്ലെങ്കിൽ നിവൃത്തിയില്ല. കോൺഗ്രസ് എതിർക്കുന്ന മോദിയെ അനുകൂലിച്ചുകൊണ്ട് പോകുന്നുണ്ടാകുന്ന ഈ സാധാരണ പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വികാരം അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തിന് വേണ്ടി രാപ്പകൽ പണിയെടുത്തവരാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർ. ഇത്തവണ ശശി തരൂരിനെ ജയിക്കാൻ കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മുഖം പോലും കാണാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ചെയ്ത വോട്ടാണ് അദ്ദേഹത്തിന് MP ആക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടിൽ തിരുത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നയിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം വരണം.